ആലൂർ ചാമുണ്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വൈശാഖമേളയ്ക്ക് ക്ഷേത്രത്തിൽ നടന്ന മഹാചണ്ഡിക യജ്ഞത്തോടെ സമാപനമായി. മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ നടന്ന ഭക്തി നിർഭരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് വിശ്വാസികളും ക്ഷേത്രത്തിലെത്തി. ആലൂർ ചാമുണ്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ 27ാമത് വൈശാഖമേള സമാപിച്ചു. ജൂലൈ 16 ആരംഭിച്ച വൈശാഖമേള ഞായറാഴ്ച നടന്ന മഹാചണ്ഡിക യജ്ഞത്തോടെയാണ് സമാപിച്ചത്. മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രാങ്കണത്തിൽ നടന്ന മഹാചണ്ഡിക യജ്ഞത്തിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് വിശ്വാസികളാണ് ക്ഷേത്രത്തിലെത്തിയത്. ഇന്ത്യയിലെ ആദ്യ പ്രപഞ്ചയാഗ ആചാര്യനും 300-ൽ ഏറെ യാഗയജ്ഞം പൂർത്തിയാക്കുകയും 49 ക്ഷേത്രങ്ങളിലെ തന്ത്രിയുമായ ഡോക്ടർ ശശികുമാര ശർമ്മ മഹാചണ്ഡിക യജ്ഞത്തിന്റെ യാഗാചാര്യനായി നെയ്വിളക്ക്, പായസം, ഗണപതി ഹോമം, നവഗ്രഹ പൂജ, നവഗ്രഹ ഹോമം, ചണ്ഡിക യജ്ഞം തുടങ്ങി വിവിധ വഴിപാടുകളും വൈശാഖമേളയുടെ ഭാഗമായി നടന്നു. ക്ഷേത്രം തന്ത്രി അണ്ടലാടി മന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് വൈശാഖമേളയുടെ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 16-ന് ആരംഭിച്ച വൈശാഖമേള ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വിവിധ ദിവസങ്ങളിലായി കലാപരിപാടികളും അരങ്ങേറി. കൂടാതെ ഭക്തജനങ്ങൾക്കായി മുഴുവൻ ദിവസങ്ങളിലും അന്നദാനവും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. പ്രദക്ഷിണം പദേ പദേ പ്രദക്ഷിണം പദേ പദേ യാനി ഗാനി ച പാപാനി. സാരി കുത്താതെ ഇങ്ങോട്ട് വരരുത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, കൃത്യമായി പറഞ്ഞു, സാരി കുത്താതെ ഹോമം കൊണ്ട് പ്രവേശിക്കരുത്. ഇവിടെ മറ്റേ ഓം ഐ ശ്രീ ക്ലീം ചാമുണ്ഡായ വിച്ചേ സ്വാഹാം. ഓം ഐ ശ്രീ ക്ലീം ചാമുണ്ഡായ വിച്ചേ സ്വാഹാം. ഇത്രയും നമ്മൾ മലയാളത്തിൽ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു നന്നാവാത്തൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. 27 കൊല്ലമായില്ലേ ഈ പരിപാടി നടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ 27 കൊല്ലം കൊണ്ട് ഒരു 27 ആള് നന്നാവണ്ടേ? എന്താ 27 കൊല്ലം നിങ്ങൾ കണ്ടുപിടിച്ചു? ഇവിടെ മാത്രം അവിടെ നിൽക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തടസ്സമായി നിൽക്കാതെ